നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പൊ ഫേസ്ബുക്കിൽ എന്നെ പറ്റി എല്ലാവർക്കും അറിയാം, എന്നെ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടവരോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ 1-2 വർഷങ്ങൾക്ക് മുമ്പിട്ട വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്തായാലും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചു പോയി. എന്തായാലും മനുഷ്യനായതുകൊണ്ട് തെറ്റ് സംഭവിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവരും ഇപ്പം എന്നെ തെറ്റിദ്ധാരണ എന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഞാൻ വല്ലാഹി സത്യം ഈ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത് വല്ലാഹി സത്യം ഞാൻ പിടിച്ച പോലെ എനിക്ക് പൈസ കിട്ടാനോ റീച്ചിന് വേണ്ടിയോ ആൾക്കാരുടെ മുമ്പിൽ വില കിട്ടാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. ഞാൻ കാരണം എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദീന് പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഞാൻ പറഞ്ഞ ദീനിൽ ഏതെങ്കിലും ഒരാൾ ഒരു മനുഷ്യനെങ്കിലും ചെയ്തു പോയാലുണ്ടല്ലോ, ചിലപ്പോൾ ആ കാരണമായിരിക്കും ഞാൻ രക്ഷപ്പെടുന്നത്. ഞാൻ കളവ് പറയുന്നതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, അതെൻ്റെ കൂട്ടുകാരനെ പറയിപ്പിച്ചിട്ടൊരു വീഡിയോ ആണ്. എന്തായാലും ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ നല്ല വീഡിയോ എന്നും ഇടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നാട്ടിലൊക്കെ എന്നെ പറ്റി എല്ലാവരും തെറ്റിദ്ധാരണ നിരീക്ഷിച്ച് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുന്ന അത്ര ഇതാണ്. എല്ലാവരും എന്നെ പറ്റി കുറ്റപ്പെടുത്തി ചവിട്ടിയിട്ടു. എന്തായാലും എനിക്ക് വളരെ സങ്കടമുണ്ട്. ആ പ്രചരിപ്പിച്ചവരോടും എന്തായാലും ഈ വീഡിയോ ഇപ്പം വൈറലാക്കിയത് എന്തിനായിട്ട് എനിക്കറിയില്ല. അത്ര വർഷം മുമ്പിട്ട വീഡിയോ ഇപ്പം ഇങ്ങനെ വൈറലാവാൻ എനിക്ക് പോലും അറിയുന്നില്ല. 2 ദിവസം മുമ്പാണ് എനിക്ക് ഇങ്ങനെ കോളുകൾ വന്ന്, നീ അങ്ങനെ ചെയ്ത് ഇസ്ലാമിനെ നാറ്റപ്പെടുത്തി, അങ്ങനെ ഏതെങ്കിലും ഉസ്താദന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ പറ്റി വിഷമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എന്തായാലും ആ പ്രചരിപ്പിച്ചവൻ, ആ കളിയാക്കിയവൻ എനിക്ക് അള്ളാഹു താല എന്തായാലും കൊടുക്കും. ഉസ്താദെ ഉസ്താദെ വിട്ടുകള. ഉസ്താദിൻ്റെ മതബോധ നിലവാരത്തിനനുസരിച്ചുള്ള ജനതയല്ല ഇവിടെ ഉള്ളത്. വല്ല പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉസ്താദിനെ ആരും കളിയാക്കില്ലായിരുന്നു. ഉസ്താദ് പറഞ്ഞതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഉസ്താദിൻ്റെ അത്രയും മതബോധ നിലവാരം ആയിട്ടില്ല. അതുകൊണ്ടാണ് ഉസ്താദിന് പുറത്തിറങ്ങാൻ പോലും പറ്റാതായത്. പിന്നെ ഉസ്താദ് ഏറ്റവും അവസാനം ആ വീഡിയോ വൈറലാക്കിയവരെയൊക്കെ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ശപിക്കുന്നുണ്ട്. അത് പാടില്ലായിരുന്നു കേട്ടോ, കുറച്ച് മോശമായി പോയി. അത്രയൊക്കെ വേണ്ടിയിരുന്നില്ല കേട്ടോ ഉസ്താദെ. പിന്നെ ചിലർക്ക് എന്തിനാണ് ഉസ്താദ് ഈ മാപ്പ് ചോദിക്കുന്നത് എന്നൊക്കെ ചിലർക്കൊരു സംശയം ഉണ്ടാവും. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഉസ്താദ് വേറൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ വലിയ വൈറലായി. അതിനുശേഷമാണ് ഉസ്താദിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ഉസ്താദിൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ നീ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഫോൺ വിളിച്ച് വിരട്ടുകയും പറ്റുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് മാപ്പ് ചോദിച്ചത്. എന്താണെന്നല്ലേ, ഉസ്താദ് കോഴിക്കോട് ബീച്ചിൽ ഒരു കാഴ്ച കണ്ടിരുന്നു. അന്ന് പൊട്ടി കരയുകയായിരുന്നു ഉസ്താദ്. അതിനുള്ള മാപ്പാണ് ഇപ്പോൾ കൊടുത്തത്. ആ വീഡിയോ ഇതാ കണ്ടു നോക്ക്. അതിരിക്കാൻ പറ്റുന്നില്ല. എന്തെന്നറിയോ, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും ഇങ്ങനെ സംസാരിക്കാണ് കോത്തു പിടിച്ചിട്ട്. എന്നെ കണ്ടപ്പോ അവർ 2 പേരും മാറി. അവിടെ ആരില്ലാത്ത സമയത്താണ് അവർ സംസാരിച്ചത്. പക്ഷെ എന്നെ കാണുമ്പോൾ അവർ മാറി. ചിലപ്പോൾ എന്നെ പേടിച്ചതായിരിക്കാം, ഇല്ലെങ്കിൽ ഈ വെള്ള വസ്ത്രം, ഈ തലപ്പാവ് കണ്ട് പേടിച്ചതായിരിക്കാം. അപ്പൊ മാറിയപ്പോ ഞാനിങ്ങനെ കരയാണ്. കാരണം എന്തെന്നറിയോ, എന്നെ കണ്ടപ്പോ അവർ മാറി. എന്തിനാ? പക്ഷെ ഞാൻ കണ്ടാൽ എന്തും ചെയ്യാൻ പോവില്ല. പക്ഷെ പഠിച്ചോന് അത് തുടങ്ങിയ മുതൽ അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചോന് കാണുന്നുണ്ട് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടില്ല. എന്നെ പേടിച്ചപ്പോ എനിക്ക് വെച്ച ആ വില പഠിച്ചോന് വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നറിഞ്ഞ. ഞാനിത് റീച്ചിന് വേണ്ടി ഒന്നും പറയുന്നതല്ല. ഇന്ന് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ ചെയ്യാണ്. ഇന്ന് ട്രെയിനിൽ കയറിയാൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉസ്താദന്മാരെ കാണുമ്പോൾ ചിലപ്പോൾ മാറും. പക്ഷെ എന്താ പേടിയാണ്. പക്ഷെ അള്ള ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അവർക്കൊരു ബോധമുണ്ട്. എന്നിട്ടും അവൻ അള്ള കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും സംസാരിക്കാണ്. ഈ കള്ളന്മാർ കക്കുമ്പോ ഏതെങ്കിലും ചെറിയ കുട്ടികൾ ആരെങ്കിലും കണ്ടുമ്പോൾ ഓടും. പക്ഷെ എന്താ, അവർ കണ്ടാൽ അത് വലിയ പ്രശ്നങ്ങളാവും. പക്ഷെ അള്ള കാണുമ്പോൾ അത് പ്രശ്നമാവൂലേ? എനിക്ക് പറയാനുള്ളത്, ചിലപ്പോ ഇവിടെയൊക്കെ സുഖമായിരിക്കും ഇതൊക്കെ ചെയ്യല്. പക്ഷെ ഇതിന്റെ ഇരട്ടി നാളെ പരലോകത്ത് എന്തായാലും അനുഭവിക്കേണ്ടി വരും. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, എൻ്റെ വീഡിയോ കാണുന്ന സ്നേഹങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കല്ലേ. ഞാൻ നിങ്ങളെ നല്ലേക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് മാക്സിമം ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളി. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തിനാടാ മദ്രസ ഉൽപ്പന്നമേ നീ അതൊക്കെ നോക്കാൻ പോകുന്നത്? നിനക്ക് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? നീ പഠിച്ച അല്ലെങ്കിൽ നിൻ്റെ വിശ്വാസം അനുസരിച്ച് നിനക്ക് സ്വർഗം കിട്ടുമോ ഇല്ലയെന്ന് മാത്രം നീ നോക്കിയാൽ പോരെ. അവിടെ ഒരു സീറ്റ് ഒപ്പിക്കാൻ നീ നോക്കുക. നീ മറ്റുള്ളവർക്ക് സ്വർഗ്ഗം ഉണ്ടാക്കി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് സ്വർഗ്ഗമോ നരകമോ എന്തെങ്കിലും കിട്ടിക്കോട്ടെ, നിനക്കെന്താ കാര്യം? കണ്ട കോഴിക്കോട് ബീച്ചിൽ യുവമിഥുനങ്ങളോ ഭാര്യാഭർത്താവോ അല്ലെങ്കിൽ കാമുകനോ ആര് വേണേലും ആയിക്കോട്ടെ, നിനക്കെന്തിനാടാ നീ ഇങ്ങനെ ഇടുന്നുണ്ട് മോങ്ങുന്നത്? സംഗതി ഒരു തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ആ രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഒരു മദ്രസ ഉൽപ്പന്നത്തിൻ്റെ കരച്ചിൽ. അവനെ സംബന്ധിച്ചിടത്തോളം ഒളിച്ചും പാത്തും ചെയ്യേണ്ട കാര്യങ്ങൾ വെളിച്ചത്ത്
ചില ആളുകൾ ചെയ്യുമ്പോഴുള്ള മനോവിഷമായിരിക്കാം ഒരുപക്ഷെ ഈ ചെറുക്കൻ്റെ പ്രശ്നം, പിന്നെ അവൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും. നിങ്ങൾ ഇതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് ചോദിക്കേ. ഈ പയ്യൻ വന്ന് ഈ കരഞ്ഞു കൂവി പറഞ്ഞ അതേ കാര്യങ്ങൾ കാവ്യ മുണ്ടെടുത്ത ഒരാൾ, അല്ലെങ്കിൽ കയ്യിൽ ചരട് കെട്ടി നെറ്റിയിൽ കുറിയൊക്കെ തൊട്ട ഒരാളാണ് ഈ രീതിയിൽ വന്ന് പറയുന്നതെങ്കിൽ ആ മൊട്ട അരുണൊക്കെ മാപ്രപ്പണി ചെയ്യുന്ന ചാനലും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അവരന്ന് വൈകുന്നേരത്തെ ചർച്ച ഈ വിഷയമായിരിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒരുപക്ഷെ ഇവിടുത്തെ സകലമാന മാപ്രകളും അത് വലിയ വാർത്തയാക്കും, ചർച്ച വരെ നടത്തും. സദാചാര പോലീസിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന സംഖ്യകൾ എന്നൊക്കെ ആയിരിക്കും ചിലപ്പം വാർത്ത കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മദ്രസ ഉൽപ്പന്നമാണ് എന്ന് അവൻ്റെ വേഷത്തിൽ തന്നെ അറിയാം. പിന്നെ അവൻ്റെ കരച്ചിലും കൂടെ ആയപ്പോൾ അവൻ്റെ സങ്കടം, അവനെ കണ്ട് എന്തിനാണ് അവർ പേടിക്കുന്നത്? അവനെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അവനൊന്നും ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ, ഇതാണ് അവൻ്റെ പ്രശ്നം. അള്ളാഹു കാണട്ടെ, അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കണ്ട, നരകം കൊടുത്തോട്ടെ. നിനക്ക് കിട്ടുന്ന സീറ്റ് ഉറപ്പിക്കാൻ നോക്കടാ ചെറുക്കാ. അത്യാവശ്യത്തിനുള്ള പഠിപ്പിലൊക്കെ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിച്ച് തരുന്നില്ലേ? അതും കൊണ്ടുപോയി നിങ്ങളുടെ സ്വർഗം നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്ക്. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്ന് നോക്ക്. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തലയിട്ട് ഇതുപോലെ വന്ന് ഒരു വീഡിയോയും ചെയ്ത് കരഞ്ഞു മെഴുകി ആ സമുദായത്തിനോട് കൂടി എന്തിനാടാ പറയിപ്പിക്കുന്നത്? മദ്രസ ഉൽപ്പന്നമേ,